നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ദിലീപ് പറഞ്ഞ ഗൂഢാലോചന കഥകൾക്ക് താക്കീതായി തെറ്റാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ദിലീപ് പറയുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ തോന്നലുകൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി. പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്ന ദിലീപിന്റെ ഇരവാദം പൊതുസമൂഹം അംഗീകരിക്കുമോ? പ്രോസിക്യൂഷന്റെ വീഴ്ച കാരണം സംശയത്തിന്റെ ആനുകൂല്യം കിട്ടിയ ദിലീപ് നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ ഇരവാദം ആവർത്തിക്കുന്നു. മഞ്ജു വാര്യരെ മുതൽ കേരള പോലീസിനെ വരെ ഗൂഢാലോചന കളത്തിൽ അണിനിരത്തുന്നു. കുറ്റവിമുക്തനായതോടെ നടൻ വീണ്ടും മലയാള സിനിമ ഭരണരംഗത്ത് സജീവമാകാനും പവർ ഗ്രൂപ്പ് ദിലീപിനെ സജീവമാക്കാനും ശ്രമം തുടരുമ്പോൾ ഫെഫ്കയിൽ ആദ്യ എതിർപ്പുയർന്നു. നടി ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചു. 12-ാം തീയതി കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വരുമ്പോൾ ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി എന്നറിയാം. ഗൂഢാലോചന തിയറിയിൽ പുതിയ മാനങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലോ ദിലീപിന്റെ ഇരവാദം? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നടൻ മഹേഷ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ വിനു കിരിയത്ത് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ഒപ്പം നടി രഞ്ജിനി ടെലിഫോൺ ലൈനിലും. ശ്രീ വിനു കിരിയത്ത്, ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. അത് ദിലീപിന്റെ തോന്നൽ മാത്രമാണ്. പോലീസിന് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിരുന്നു, അതനുസരിച്ചാണ് പ്രതി ചേർത്തത്. അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പ്രോസിക്യൂഷനും നല്ല രീതിയിലാണ് കോടതിയിൽ തെളിവുകൾ ഹാജരാക്കിയത്. പക്ഷേ വിധി മറിച്ചായി പോയി. പക്ഷേ അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന്, അതായത് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് പ്രോസിക്യൂഷൻ ദിലീപിനെതിരെ. ആ സമയമാണല്ലോ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ദിലീപ് തുടർച്ചയായിട്ട് കാര്യങ്ങൾ പറയുന്നത്. തന്നെ കുടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. അതിൽ കേരള പോലീസിന്റെ ഒരു കഥ, അതൊരു മെനഞ്ഞെടുക്കൽ കഥയായിരുന്നു എന്നാണ് ദിലീപിന്റെ വാദം. ഇരവാദത്തിന് ഇപ്പോൾ പ്രസക്തിയുണ്ടോ? ഇവിടെ നമ്മുടെ നിയമത്തിൽ നമുക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ്. നമുക്ക് മേൽക്കോടതിയിൽ പോകാം. അത് പ്രതി എന്ന് ആരോപിക്കുന്ന ആൾക്കും പോകാം, വാദി എന്ന്. ഇവിടെ ദിലീപ് നിരപരാധിയാണ്, അപ്പോൾ പിന്നെ പ്രതി എന്ന് പറയാൻ പറ്റില്ല. സോ പുള്ളിയുടെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവ്സ്, അതായത് 87 ദിവസം ജയിലിൽ കിടന്നു, പുള്ളിയുടെ കരിയറിനെ ബാധിച്ചു, ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് മാനനഷ്ടത്തിന് പുള്ളി ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കുമല്ലോ പുള്ളി മാനനഷ്ടത്തിന് പോകുന്നത്. അതേസമയം നമ്മുടെ ഇരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയൊരു അറിയാതെ വായിന്ന് ഇവരുടെയൊക്കെ പേര് നമ്മുടെ വായിന്ന് വരരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിങ്ങനെ വിഴുങ്ങുകയാണ് ഈ ഇരയുടെ പേര്. അതേസമയം പുരുഷൻ്റെ പേര് ഇവിടെ പുറത്ത് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇന്നാരാണെന്നുള്ളത്. അത് നമ്മുടെ നിയമമാണ്. എന്തായാലും ഇത് മേൽക്കോടതിയിൽ ദിലീപ് ഒരുപക്ഷെ ശിക്ഷിച്ചിരുന്നെങ്കിലും ദിലീപ് പോകും. തോറ്റ സ്ഥിതിക്ക് അതിജീവിത പോകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. നമ്മുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് കോടതികൾ നമ്മുടെ തീരുമാനങ്ങൾ അന്തിമമാണ്. പക്ഷെ നമുക്ക് തന്നെ നിയമമുണ്ട് മേൽക്കോടതിയിൽ പോകാമെന്ന്. അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സർക്കാരൊപ്പമുണ്ട്. തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല. ആ പ്രോസിക്യൂഷന് വിശ്വാസമുണ്ടെങ്കിൽ അവർ മേൽക്കോടതി പോകും. അതിജീവിതയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ. ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഭയങ്കരമായിട്ട് ഡെസ്പാണെന്നൊക്കെ പറയുന്നു. അത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾവിയില്ലാത്തൊരു പീഡനം നടന്നു എന്നുള്ളതിൽ നമുക്ക് ആർക്കും യാതൊരു സംശയമില്ല. 6 പേർക്ക് ശിക്ഷ കിട്ടി. ഇവിടെ ഗൂഢാലോചന എന്ന് പറഞ്ഞത് ആര് എന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച എന്ന് ഞാൻ പറയില്ല. അവർക്ക് കിട്ടിയ തെളിവുകളെല്ലാം കേൾക്കുമ്പോൾ കോടതിക്ക് ഇതൊന്നും പോരാൻ തോന്നിയാൽ പിന്നെ എന്ത് പറ്റാൻ പറ്റും? ചിലപ്പോൾ ഇത് മറ്റൊരു കോടതിയിൽ വരുമ്പോൾ വ്യത്യാസം വരും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും വലിച്ച് നീട്ടരുത്. ഇപ്പം തന്നെ 8.5 വർഷം കഴിഞ്ഞു. ഇനിയും ഇത് നീണ്ടു പോയാൽ അത് ഇത്തരം കേസുകൾക്ക് ഞാൻ പല ചാനലിലും ആവർത്തിച്ചതാണ്, ഒരു ടൈം ലിമിറ്റ് വയ്ക്കണം നീതിക്ക് വേണ്ടിയിട്ടുള്ളത്. അത് ഇരുകൂട്ടർക്കായാലും. എന്തിനാണ് ഇത്ര പേരുടെ ജീവിതമാണ് ഇതുകൊണ്ട് ഇങ്ങനെ ടെൻസ്ഡല്ലേ? ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒരു കേസും എന്നുകൊണ്ട് പോകുമ്പോൾ നമ്മൾ കോടതിയിലാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞാൽ നമുക്കൊന്നും ഒരു 8.5 ദിവസം പോലും ജയിലിൽ കിടക്കാൻ പറ്റില്ല. ഇത് ഈ കേരള പോലീസ് കെട്ടിച്ചമച്ച ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തിന് കെട്ടിച്ചമയ്ക്കണം? ഈ ദിലീപിനെ പോലെ ഉള്ള ഒരാളെ പിടിച്ച് ജയിലിലിടാൻ മാത്രം എന്തായിരുന്നു ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അത് മാത്രമല്ല സർക്കാരിന് മോശമാകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ദിലീപ് എന്ന നടനെ പിടിച്ചകത്തിട്ടു എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ ഇപ്പോൾ ദിലീപ് അനുകൂലികൾ കൂടുതലായിട്ടും പറയുന്നത്. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ഒരിക്കലും കെട്ടിച്ചമച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പോലീസിന് നമ്മൾ നാൾ വഴിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പറ്റുന്ന അവർക്ക് കിട്ടിയ എവിഡൻസുകൾ ഓരോന്ന് ഇങ്ങനെ ഏണിയും പാമ്പും പോലെയാണ്. അവിടെ പോകും, തിരിച്ചു വരും, ഇവിടെ പോയി എവിഡൻസിന് വേണ്ടിയിട്ട് അവർ കുറേ കഷ്ടപ്പെട്ടു. നീതി ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, അല്ലാതെ ദിലീപിനെ കൊടുക്കണം എന്നല്ല. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നീതി
അതിജീവിതയ്ക്ക് കിട്ടണം. പക്ഷേ അത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. എന്നാൽ ഗൂഢാലോചന എന്ന് മഞ്ജു വാര്യർ പറഞ്ഞപ്പോൾ അത് ആരെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ദിലീപിൻ്റെ പുറകെ പോയി. ഇപ്പോൾ നമ്മളൊരു വിഗ്രഹമോഷണം പോയാൽ സ്റ്റീഫൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. അയാൾ പണ്ടൊരു കള്ളനായിരുന്നുകൊണ്ട് അയാളുടെ പുറകെ വേറെ ഏതാണ് യഥാർത്ഥ റൂട്ട് കണ്ടെത്തണം. ആ റൂട്ട് കണ്ടെത്താനും അതിലുപരി ആദ്യം പൾസർ സുനി പറഞ്ഞ മാഡത്തെ ഇന്നും കണ്ടെത്തിയിട്ടില്ല. അതിൽ നിന്നാണല്ലോ തുടക്കം. ആ മാഡം ആർക്കാണ് കൊട്ടേഷൻ കൊടുത്തത്? അത് ദിലീപിനെതിരെ കൊടുത്തതാണോ തിരിച്ചു കൊടുത്തതാണോ എന്നുള്ളത് അറിയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഒരുപക്ഷെ CBI പോലുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ പൾസർ സുനി അത് പറയുകയും ചെയ്യും. പൾസർ സുനി ദിലീപിൻ്റെ പേര് ഒരു ചാനലിലും പറഞ്ഞിട്ടുമില്ല. പുള്ളി പലയിടത്തും അല്ലാതെ പറഞ്ഞു എന്ന് കേൾക്കുന്നു. മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അല്ല, ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദിലീപാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഈ കത്തിന്റെ കാര്യമൊക്കെ മാധ്യമങ്ങളോടെ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും അന്വേഷണ ഉദ്യോഗസ്ഥരോ കോടതിയിലോ പറഞ്ഞിട്ടില്ല. ഈ ചാനൽ പറയുന്നതൊന്നും കോടതി മുഖവിലയ്ക്ക് എടുക്കില്ലല്ലോ. എന്താണ് പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ അതനുസരിച്ചല്ലേ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമുക്ക് തോന്നും അയ്യോ ഇത്രയൊക്കെ ആയിട്ട് എന്തുകൊണ്ടെന്നുള്ളത്. ഓരോ കോടതിക്കും അവരുടേതായിട്ടുള്ള, പിന്നെ നമ്മൾ ആരും ഇതിൻ്റെ വിധി പകർപ്പ് കണ്ടിട്ടില്ല. 12-ാം തീയതി എന്താണ് ജഡ്ജി എഴുതിയിരിക്കുന്നത് നമുക്ക് 12-ാം കാരണം എന്താണ്, അതായത് ഈ ഗൂഢാലോചന എന്തുകൊണ്ട് വെറുതെ വിട്ടു, ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് 12-ാം തീയതി അറിയാൻ കഴിയുകയുള്ളൂ. മഹേഷ്, അതിനിടെ ദിലീപ് ഇങ്ങനെ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് പറയുമ്പോൾ അതിനെയും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേണമല്ലോ. ഇന്ന് മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അത് ദിലീപിന്റെ തോന്നൽ മാത്രമാണെന്ന്. അതങ്ങനെയാണല്ലോ. ഒരു ദിലീപിനെ പോലെയുള്ള ഒരാളെ കൊടുക്കാൻ സർക്കാർ അറിഞ്ഞ് ഇത്തരം ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ അത് ന്യായീകരിക്കാൻ, എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അതിനൊരുപാട് കാരണങ്ങളുണ്ട് മഞ്ജുഷേ. ദിലീപ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് പറയാനുള്ള സമയം തരികയാണെങ്കിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. മുഖ്യമന്ത്രിക്ക് ഇപ്പം അങ്ങനെ പറയാൻ ഒക്കുള്ളൂ. സ്റ്റേറ്റ് ഹെഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ദിലീപിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ശരിക്കും നിങ്ങൾ വായിച്ചെന്നറിയില്ല. സെൻകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മെനഞ്ഞാന്ന് വന്നത് മഞ്ജുഷിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തെളിവുകൾ തേടി പോലീസ് പോകുന്നതെന്ന്. ഇത് ഒരു ഉയർന്ന പോലീസ് ഓഫീസറുടെ അവർക്ക് ഈ ലോക്നാഥ് ബെഹ്റ പോയി കഴിഞ്ഞാൽ, സെൻകുമാർ പോയിട്ട് ലോക്നാഥ് ബെഹ്റ വന്നു, പിന്നെയും സെൻകുമാർ വന്നു, പിന്നെയും ലോക്നാഥ് ബെഹ്റ വന്ന് അതിനുശേഷം 1 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമയപരിധി കഴിയുമ്പോൾ അടുത്തത് തനിക്കാകാം എന്നുള്ളൊരു ആശയുടെ പുറത്താണ് അതിനുവേണ്ടി യൂണിഫോം തയ്ച്ചു വെച്ചിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ ഒരു മെനഞ്ഞെടുത്ത തിരക്കഥയാണ് ദിലീപിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. സാധാരണ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൾസർ സുനി തൊട്ട് ഈ 6 പ്രതികൾ മാത്രമുള്ള സാധാരണ ഒരു കേസിനകത്ത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സിയോ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമോ വരില്ല. അവിടെ ഈ ദിലീപിനെ ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട പ്രധാന കാര്യം ഇവരുടെ തലയിൽ ഉദിക്കുന്നത് പോലും ആദ്യമായിട്ട് പൾസർ സുനി ജയിലിൻ്റെ ഉള്ളിൽ നിന്നും ഫോൺ വിളിച്ച് ദിലീപിനെ കിട്ടാതെ നാദിർ ഷായെ, ബാംഗ്ലൂർക്ക് പോകാൻ നിൽക്കുന്ന നാദിർ ഷായെ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു കോൾ വന്നിട്ടുണ്ടെന്ന് നാദിർ ഷാ ദിലീപിനെ അറിയിക്കുകയാണ്. ഇത് പ്രൊഫസർ ഡിങ്കൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പൂജയുടെ അന്ന് ഈ ബെഹ്റ സാറിനോട് ദിലീപ് പറയാണ്. അപ്പോൾ ഇനി കോൾ വന്നാൽ തീർച്ചയായിട്ടും അത് റെക്കോർഡ് ചെയ്യണം, അതൊരു വലിയ എവിഡൻസ് ആണ്, നിങ്ങൾ എന്നിട്ട് അതിൻ്റെ CD എന്നെ ഏൽപ്പിക്കണമെന്ന് പറയും. നിർമ്മാതാവ് രഞ്ജിത്ത് വഴി കൃത്യമായിട്ട് ദിലീപ് അത് ബെഹ്റ സാറിനെ കൊടുക്കുകയും ചെയ്യുന്നു. ഈ CD അന്വേഷിക്കാനായിട്ടും 3 ദിവസത്തിനകത്ത് ഇത് റിപ്പോർട്ട് തരാനായിട്ട് ഇത് കൊടുക്കുന്നത് ഇതേ പോലീസ് ഓഫീസറാണ്. ഈ പോലീസ് ഓഫീസർ ആരെന്നറിയോ? ജിഷ വധക്കേസിൽ തെളിയിക്കാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ മാറി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷമുള്ള ജിഷ കേസ് തെളിയുന്നത്. അതിൻ്റെ കൂടെ നിന്ന ഒരു പോലീസ് ഓഫീസറാണ്. വളരെ കൃത്യമായിട്ട് ജിഷ വധക്കേസിലെ പ്രതിയെ കണ്ടുപിടിച്ച ആളാണ്. പക്ഷേ ഇതേ പോലീസ് ഓഫീസർ തന്നെയാണ് ഒരു സ്വാമിയുടെ ലിംഗവിച്ഛേദനം നടത്തിയ കേസിൽ അവിടെ ആ കേസ് വഴിതിരിച്ച് സ്വാമിയെ കുറ്റക്കാരനാക്കി മാറ്റാൻ ശ്രമിച്ചയാൾ. അതും ഈ ദിലീപിനെ ഇതിനകത്ത് പ്രതി ചേർക്കുന്നതൊക്കെ തന്നെ തൻ്റെ തൊപ്പിയിൽ പൊൻതൂവലായി വന്നുകൊണ്ട് 1 വർഷം കഴിയുമ്പോൾ തനിക്ക് ഈ സ്ഥാനം കിട്ടും, ഈ ഉയർന്ന സ്ഥാനം, ഈ DGP സ്ഥാനം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. കാരണം കൂടെ എതിരെ നിൽക്കുന്ന ആളെന്ന് പറയുന്നത് തച്ചങ്കരി സാറിന് 1-2 അലിഗേഷൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വരില്ല, ഇത് തന്നിലേക്ക് വരുന്ന ആഗ്രഹിച്ച് ഈ പറഞ്ഞ പോലെ കുപ്പായം തച്ച് നിന്ന ആളുടെ ഒരു തിരക്കഥയാണ് ഈ ദിലീപിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുന്നത്.
അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയാം. എനിക്കറിയാം സമയം കുറവുണ്ടാവാം. അതിനകത്ത് മാപ്പ് സാക്ഷികളായിട്ട് ആദ്യം പോലീസ് കൊണ്ടുവരുന്ന 3 പേരിൽ 2 പേര് ഈ കേസുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരല്ല. ഈ കേസുമായിട്ട് യാതൊരു നേരിട്ട് ബന്ധമില്ല. ഈ പൾസർ സുനിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ വന്നതിന് ശേഷം, കാക്കനാട് സബ് ജയിലിൽ വന്നതിന് ശേഷം സെൽമേറ്റാണ് ബിപിൻ ലാലും വിഷ്ണുവും. ഈ 2 പേരുമാണ് ആദ്യം മാപ്പ് സാക്ഷിയാവുന്നത്. നിങ്ങൾക്കിപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ അഡ്വക്കേറ്റ് സാറ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ചോദിച്ചു നോക്കാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നേരിട്ട് പ്രതിയല്ലാത്ത ഒരാൾക്ക് മാപ്പ് സാക്ഷിയാകാൻ സാധിക്കില്ല. ഒരാൾ മാപ്പ് സാക്ഷിയാകുന്നത് എപ്പോഴാണ്? താൻ ഇതിനെല്ലാം വിറ്റ്നസ്സാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ തെളിയിക്കാനായിട്ട് ഞാൻ പോലീസിനെയും പിന്നീട് കോടതിയിൽ വന്ന് ഞാൻ മൊഴി കൊടുക്കാം, ഞാൻ ഇതിൻ്റെ സത്യസന്ധത കണ്ടുപിടിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരാൾക്ക് ഈ പറയുന്ന പോലെ മാപ്പ് സാക്ഷിയാകാൻ പറ്റുന്നത്. ഇവിടെ ഈ ബിപിൻ ലാലിനാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഈ 2 പേർക്കും നേരിട്ട് ഈ കേസുമായിട്ട് ബന്ധമില്ല. ആരാണ് ബിപിൻ ലാൽ? ബിപിൻ ലാൽ എന്ന് പറയുന്ന ആള് 7 ചീറ്റിംഗ് കേസിൽ അകത്ത് കിടക്കുമ്പോഴാണ് ഈ പൾസർ സുനിയെ കാണുന്നത്. മറ്റേ ആളായിക്കോട്ടെ, ആര്? വിഷ്ണു ചെയിൻ സ്നാച്ചിങ്, മാല പറിച്ചെടുക്കുന്ന ഈ പാവപ്പെട്ട സ്ത്രീകളുടെ മാല പറിച്ചുകൊണ്ട് ഓടുന്ന ചെയിൻ സ്നാച്ചറാണ് അയാൾ. പിന്നെ ഈ പറയുന്ന പോലെ തട്ടിക്കൊണ്ടു പോകുന്ന കേസിലും പ്രതിയാവുകയാണ്. അദ്ദേഹം ഈ തട്ടിക്കൊണ്ടുപോകുന്ന കേസിൽ പ്രതിയാവുമ്പോഴാണ് ഇവർ ജാമ്യം കിട്ടി ഇവർ പുറത്തുണ്ടെന്ന് അറിയുന്നത്. സാധാരണ നമ്മുടെ നിയമവ്യവസ്ഥയിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കുന്ന 2 പേരാണ് മാപ്പ് സാക്ഷി ആവുന്നെങ്കിൽ കേസിൻ്റെ വിധി വരും വരെ അവർ ജയിലിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം എന്നാണ് നിയമം. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ചോദിക്കാം, വക്കീൽ സാറിനോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ എങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ 2 മാപ്പ് സാക്ഷികളുടെ കാര്യം. ഇവരുടെ മൊഴികളാണ് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത്, എവിടെ പോലീസ് കോടതിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ അനീഷ് എന്ന് പറയുന്ന പോലീസുകാരനാണ്. AR ക്യാമ്പിൽ നിന്ന് പോലീസ് കൊണ്ടുപോയി ഇത് പാറാവ് നിൽക്കുമ്പോൾ ആ പാറാവ് നിൽക്കുന്ന അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് പൾസർ സുനി ഈ കാര്യങ്ങൾ പറഞ്ഞു, ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഒരു മൊഴി. ഈ അനീഷ് വന്ന് നമ്മുടെ പോലീസ് ക്ലബ്ബിൽ ആലുവയിൽ സൈൻ ചെയ്യുന്നതിന് ആ ഒരു റെക്കോർഡ് ബുക്കിൽ തന്നെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന് തെളിഞ്ഞു. കാരണം 2 എൻട്രി ഉണ്ട്, ഒപ്പ് ശരിയല്ല. ഒപ്പ് ശരിയല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. കോടതിയിൽ നിന്ന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞു സമൻസ് അയച്ചപ്പോൾ ഒപ്പിട്ട് മേടിച്ച ഒപ്പും ഈ കാണുന്ന ഈ പറയുന്ന പോലീസ് ക്ലബ്ബിലെ ഒപ്പും വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കോടതിയിൽ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 മാപ്പ് സാക്ഷികളും ചീറ്റിയ ഒരു കേസിൽ നിങ്ങൾ പിന്നെ എന്താണ് ദിലീപിനെതിരെ പ്രതീക്ഷിക്കുന്നത്? പിന്നെ കൊണ്ടുവന്ന ആളാണ് ബാലചന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ ഈ വോയിസ് നോട്ടുകൾ ഇതെല്ലാം സത്യാവസ്ഥയാണ് എന്ന് തെളിയണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് വേണം. ഈ ഡിവൈസ് കോടതിയിൽ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതായത് പോലീസ് അന്വേഷണത്തിലെ വീഴ്ച, പ്രോസിക്യൂഷന്റെ വീഴ്ച, ഇതിന്റെ പേരിൽ അല്ല, ഈ കാരണത്താൽ സംശയത്തിന്റെ ആനുകൂല്യം ദിലീപിന് കിട്ടി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെയാണ് ദിലീപ് പ്രോസിക്യൂഷന്റെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല സാക്ഷികൾ കൂറുമാറുകയും ചെയ്തു. പറഞ്ഞോട്ടെ മഞ്ജുഷേ അല്ല, സാക്ഷികൾ കൂറുമാരെന്ന് പറയല്ലോ മഞ്ജുഷേ. പോലീസ് ഒരു രീതിയിൽ അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതും സത്യസന്ധമായിട്ട് എന്താണ് നടന്നതെന്ന് കോടതി വന്ന് പറയുന്നതിനെയും മാറ്റമായിട്ട് എടുക്കാൻ പറ്റില്ല. നമുക്ക് പൊതുവേ പറയാം, ഹോസ്റ്റലായി അങ്ങനായി കൂറുമാറി എന്നൊക്കെ പറയാം. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ വരട്ടി അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞിട്ട് എഴുതി മേടിക്കുന്നതല്ല. കോടതിയിൽ അവർ വന്ന് നേരിട്ട് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ധൈര്യമുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാരാണ് ഈ കൂറുമാറിന്ന് പിന്നെ പറയുന്നത്. ഇവിടെ ഈ 3 പേര് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ വോയിസിൻ്റെ ഇവിടെ ശരിക്കും പ്രോസിക്യൂഷനല്ല കുഴപ്പം പറ്റിയത് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ പ്രശ്നങ്ങളാണ്. പാവം ഈ പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ട് ആദ്യവും രണ്ടാമതും വന്ന പ്രോസിക്യൂട്ടേഴ്സിന് അവർക്ക് ഈ എന്താ പറയണ്ടേ 120B കോൺസ്പിറസി തെളിയിക്കാൻ പറ്റാതെ വന്നതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് അവർ 2 പേരും രാജിവെച്ച് പോകുന്നത്. പ്രധാനമായി മൂന്നാമത് വന്ന ആളുടെ പിന്നെ ഞാൻ പറയണ്ടല്ലോ, കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് പല ചാനലുകളിൽ വന്ന് ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂന്നാമത് ഇതിൻ്റെ പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത്. ഒരു പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിന് വേണ്ടി നിൽക്കുകയും സത്യത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്യണം. ഒരു ചേരിലും ചേരരുത്, വാദിയുടെ പ്രതിയുടെ ചേരി ചേരരുത്, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം.
ഇവിടെ ഇത് സ്ഥിരം ദിലീപിനെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂന്നാമത് പ്രോസിക്യൂട്ടറായിട്ട് വരുന്നത്. ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ലക്ഷ്യം. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ചുമതല എന്ന് പറയുന്നത് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തു. അത് അദ്ദേഹം ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അയോഗ്യതയായിട്ട് കാണേണ്ടതില്ല. മഞ്ജുഷ് തെറ്റാണ്. മഞ്ജുഷ് പറയുന്നത് തെറ്റാണ്. മഞ്ജുഷ് പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതല്ല, എവിടെയാണ് സത്യം, എവിടെയാണ് നീതികേട് നടന്നതെന്നുള്ളത് അതാണ്. അത് ആരുടെ ഭാഗത്തുമാകാം, പ്രതിയുടെ ഭാഗത്തുമാകാം, വാദിയുടെ ഭാഗത്തുമാകാം. അതിനെ സമ്മതിക്കില്ല. അതല്ല, അങ്ങനെയാണെങ്കിൽ അതിജീവിതക്കെതിരെ അവിടെ വാദിക്കണമായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണോ? അല്ല, ഈ കേസിലല്ല ഞാൻ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഉടനെ അതിജീവിത ഇതിനകത്ത് കൊണ്ടുവരാതെ ഞാൻ പറയുന്നത് പ്രോസിക്യൂട്ടറുടെ ജോലിയുടെ കാര്യം, ഡ്യൂട്ടിയുടെ കാര്യമാണ്. സത്യം എന്താണ് എന്ന് കണ്ടുപിടിക്കുക. പറയട്ടെ മഞ്ജുഷേ, ഇടക്കേറിയ പറഞ്ഞാൽ ഞാൻ പറയുന്നതും കൂടെ പ്രേക്ഷകർ കേൾക്കാൻ പറ്റാതായി പോവില്ലേ? മഞ്ജുഷേ, ഒരു പ്രോസിക്യൂട്ടറുടെ ജോലി എന്ന് പറയുന്നത് സത്യം കണ്ടുപിടിക്കുക, എന്താണ് എന്നുള്ളത് കോടതിയെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആരുടെ ഭാഗത്താണെങ്കിൽ ഈ കേസിൽ അദ്ദേഹം അതാണല്ലോ ചെയ്തത്. ഈ കേസിൽ അദ്ദേഹം അതാണല്ലോ ചെയ്തത്. അതാണ് ചെയ്തത്. അത് ചെയ്തുകൊണ്ടാണ് ഈ 6 പേർക്ക് ഇപ്പൊ അകത്ത് കിടക്കേണ്ടി വന്നത്. ദിലീപിനെതിരെയുള്ള തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞുമില്ല. ശരി, ശ്രീ വിനു കിരിയത്ത്, ഈ മാപ്പുസാക്ഷികളുടെ കാര്യം ഉൾപ്പെടെ മഹേഷ് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ് ദിലീപ് ഇനിയിപ്പോൾ ഗൂഢാലോചന തിയറി തിരിച്ച് ആരോപിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയെയോ പോലീസിനെയോ സമീപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ വെർഷൻ എന്നുള്ള കാര്യം മഹേഷിന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ അങ്ങനെ ഒരു വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് ദിലീപ് പോകുമെന്ന് കരുതാനും പറ്റുകയില്ല ഇപ്പോൾ, അല്ലേ? അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പ്രോസിക്യൂട്ടർ അജയകുമാർ, അല്ലേ, അഡ്വക്കേറ്റ് അജയകുമാറാണ്. അദ്ദേഹം ശരിയാണ് മഹേഷ് പറഞ്ഞ പോലെ. പക്ഷേ ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ചാനൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതിനു മുമ്പാണ് അദ്ദേഹം ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ദിലീപ് രക്ഷപ്പെട്ടു, ഇതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന്. ഇപ്പോൾ 12-ാം തീയതി വരുന്ന വിധിക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നതാണല്ലോ. ഇനി മേൽക്കോടതിക്ക് എപ്പോഴും എന്താണ്, ഇത് വിചാരണ കോടതിയാണ്. ഈ വിചാരണ കോടതിയുടെ റിപ്പോർട്ടിനകത്ത് ഏകദേശം ഈ 8.5 വർഷത്തെ കണ്ടൻറ്റും അതിനകത്ത് കാണും. അത് വെച്ചിട്ടായിരിക്കും ഇനി മേൽക്കോടതിയിലേക്ക് പോകുന്നതും തർക്കങ്ങൾ ഉണ്ടാവുന്നതും. എന്തായാലും ശരി, ഇപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അതിനകത്ത് ഇനി ഈ കേസ് പോകുന്നിടത്തോളം കാലം ഇനി പുതിയ തെളിവുകളൊന്നും എനിക്ക് തോന്നുന്നില്ല കണ്ടുപിട്ടാൻ പറ്റുമെന്ന് പോലീസിന്. 8.5 വർഷം കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത ഇനി എന്താണ് കണ്ടെത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ശരി, അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, ഇപ്പോൾ ഉണ്ടായിരുന്ന തെളിവുകൾ പര്യാപ്തമല്ല എന്നുള്ളതാണോ? ദിലീപ് ഇപ്പോൾ ഗൂഢാലോചന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് തനിക്കെതിരെയായിരുന്നു ഗൂഢാലോചന എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അത് ദിലീപിന്റെ തോന്നൽ മാത്രമാണ്, പോലീസ് അന്വേഷണം കൃത്യമായിരുന്നു, വെറുതെ ഒരു പ്രതിയെ പിടിച്ചതല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇപ്പോൾ ഇതിനും അപ്പുറത്തേക്ക് ഇനി തെളിവുകളൊന്നും പോലീസിന് കിട്ടാനില്ല, അത് ശരിയാണ്. പക്ഷേ കിട്ടിയ തെളിവുകൾ ദിലീപിനെ വെറുതെ വിടുന്ന രീതിയിലുള്ളതായിരുന്നോ അല്ലയോ അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ? മഞ്ജുഷ, ഇത് സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സെൻസേഷണൽ, വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു കേസായിരുന്നു. സ്വാഭാവികമായും ഇത്തരമൊരു സെൻസേഷണൽ കേസുകളിൽ ഹാജരാകുന്ന അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളവും ജഡ്ജും വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ്. ഞാൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന, സജീവമായി നിൽക്കുകയും പലപ്പോഴും സെൻസേഷണൽ കേസുകളിൽ ഹാജരാകാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടിയാണ് ഞാനിത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. വല്ലാത്ത മാനസികാവസ്ഥയായിരിക്കും. അപ്പോ ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളവും പ്രോസിക്യൂട്ടറെ സംബന്ധിച്ചിടത്തോളവും പ്രതിഭാഗ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളവും കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ ലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പൊ സ്വാഭാവികമായും കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിട്ടുള്ള തെളിവുകളെ വെച്ചുകൊണ്ടാണ് ഈ കേസിൽ പ്രോസിക്യൂട്ടർ സത്യം അന്വേഷിക്കുക, സത്യം കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, സത്യത്തോടൊപ്പം നിൽക്കുക, കോടതിയെ സഹായിക്കുക എന്ന ദൗത്യമാണ് പ്രോസിക്യൂട്ടർ ചെയ്യാറുള്ളത്. നിർഭാഗ്യവശാൽ ഈ കേസിലെ 2 പ്രോസിക്യൂട്ടർമാർ തങ്ങൾക്ക് കോടതിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ അല്ലെങ്കിൽ കോടതി തങ്ങളോടൊപ്പം സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള 2 പ്രോസിക്യൂട്ടർമാർ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. അതിലൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ മഹേഷ് ഇവിടെ പറയുന്നുണ്ടായിരുന്നു പോലീസിന്റെ തെളിവുകൾ പര്യാപ്തമല്ല എന്നതിനാൽ അവർ പിന്മാറിയതാണെന്ന്. അങ്ങനെയല്ല എന്നല്ലേ മഹേഷ്, അങ്ങനെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? പക്ഷേ ഹസ്കർ അങ്ങനെ അല്ലല്ലോ ഇല്ലേ കാര്യങ്ങൾ? അല്ല മഞ്ജുഷ്, ഇതില് തെളിവുകളുടെ അഭാവത്തിലാണ് നിശ്ചയമായും ഒരു സെക്കൻഡ് മഹേഷ്, താങ്കൾ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിന്മാറിയത് ആ കാരണങ്ങൾ കൊണ്ടാണെന്ന്. പക്ഷേ ഹസ്കർ പറയുന്നത് വേറൊരു വെർഷനാണ്. അല്ലല്ല പ്രോസിക്യൂട്ടേഴ്സ് 2 പേര് പിന്മാറാനായിട്ടുള്ള പ്രധാന കാരണം ഒന്ന് ലാക്ക് ഓഫ് എവിഡൻസ് തന്നെയാണ്. രണ്ടാമത് അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള
ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതും ആ സമയത്ത് അവർ പറയുകയുണ്ടായി. ഈ കോൺസ്പിറസി തെളിയിക്കാൻ ഇറ്റ്സ് വെരി ഹാർഡ്. അസ്കർ സാറിന് അറിയാം, ഇറ്റ്സ് വെരി ഹാർഡ്. 120B ഒക്കെ തെളിയിക്കണമെങ്കിൽ അതിന് അത് ശരിയാണ്. പക്ഷേ ഹസ്കർ പറഞ്ഞ് ഞാനത് സംശയം നിർത്തി വരുത്താൻ കാരണം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എവിഡൻസ് കാരണം പിന്മാറി എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വെർഷനാണ്. ഹസ്കർ അതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? ഈ ലാക്ക് ഓഫ് എവിഡൻസ് തെളിവുകളുടെ അഡ്മിസിബിലിറ്റിയാണ് എപ്പോഴും കോടതി നോക്കാറുള്ളത്. ആ തെളിവുകളുടെ അഡ്മിസിബിലിറ്റി എന്ന് പറയുന്നത് അവസാന ഘട്ടത്തിൽ നമ്മളിപ്പോ വിവിധ കേസുകളിൽ ഒരു കേസിനെ സംബന്ധിച്ച് നിരവധി തെളിവുകൾ കോടതി മുമ്പാകെ ഹാജരാകും. ആ ഹാജരാക്കുന്ന തെളിവുകൾ ചിലപ്പോ സാഹചര്യങ്ങളാവാം, അതല്ലെങ്കിൽ ശാസ്ത്രീയ ഹസ്കർ ഇവിടെ ഇവിടെ മഹേഷ് അത് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഈ കേസ് തെളിയാൻ പോകുന്നില്ല, പ്രതിക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നില്ല എന്ന് മുൻകൂട്ടി കണ്ട് പിന്മാറുകയായിരുന്നു ഈ പ്രോസിക്യൂട്ടർമാർ എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, നിശ്ചയമായി അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് തന്നെയാണ്. കാരണം ആ കേസിന്റെ നാൾവഴികൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. സ്വാഭാവികമായി 2 പ്രോസിക്യൂട്ടർമാർ പിണങ്ങി ആ കോടതിയിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിണങ്ങി പോവുകയും പലപ്പോഴും ഹൈക്കോടതിയും അടക്കം വിവിധ തരത്തിലുള്ള ഒബിറ്റർ ഡിക്റ്റ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ കേസിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ കേസിന്റെ സാഹചര്യത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പരമപ്രധാനം എന്ന് വെച്ചാൽ ജഡ്ജ് എന്ന് പറയുന്ന നിലയിൽ ശ്രീമതി ഹണി വർഗീസ് നേരിട്ട ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളും അതുപോലെ സമൂഹത്തിനുള്ള നിലവിളികളും ആക്രോശങ്ങളും ആ ഒരു ജഡ്ജ് എന്ന നിലയിൽ അവർ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിലവിൽ വിവിധ തരത്തിൽ അവരെ ആക്രമിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നത് നാം കണ്ടുവരികയാണ്. ഒരു ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കേസുകളിൽ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തനിക്ക് മുൻപിലെത്തുന്ന തെളിവുകളിൽ ഏതൊക്കെ റിലവന്റ് ആണെങ്കിൽ ആ എടുക്കപ്പെടുന്ന ഓരോ തെളിവും റിലവന്റ് ആണെങ്കിൽ ആ റിലവൻസി മാത്രം നോക്കുക. ഇപ്പോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഗൂഢാലോചന ആണ് ആരോപിക്കപ്പെട്ടത്. വളരെ അപൂർവമായി മാത്രമേ ഗൂഢാലോചന കോടതികളിൽ തെളിയിക്കാനാവൂ. കാര്യം മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു സാഹചര്യം മാത്രമാണ്. പക്ഷേ അതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വളരെ ഈ അടുത്ത കാലത്ത് വന്ന TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ വിധിയിൽ ഒരു ബേർഡ്സ് ഐ വ്യൂ എടുക്കാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വളരെ അസന്നിഗ്ധമായി കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു പക്ഷി നിരീക്ഷണത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു കോൺസ്പിറസിയെ കാണാനാവില്ല എന്ന് കേരള ഹൈക്കോടതിയെയും സുപ്രീം കോടതിയിലെ പല വിധികളിലും അത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോ തെളിവുകളുടെ അഭാവത്തിൽ ഒരാൾ തെറ്റുകാരനല്ല അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ നിലവിൽ മലീഷ്യസ് പ്രോസിക്യൂഷന് വേണ്ടി അല്ലെങ്കിൽ അത് തനിക്കെതിരെ നടന്ന അന്വേഷണത്തിന്റെ ഗൂഢാലോചനയെ സംബന്ധിച്ച് ദിലീപ് ഇപ്പോ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഒരു വാരിക്കുഴി തോണ്ടുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിലെ പലപ്പോഴും ഇതിലെ അന്വേഷണ സംഘം നാം ഒരു കേസ് ആരെങ്കിലും ഒരാൾ കേസിൽ പ്രതിയെ സ്വാഭാവികമായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനോടോ അല്ലെങ്കിൽ അന്വേഷണം നയിച്ച അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ആളുകളോടോ ഒക്കെ സ്വാഭാവികമായി നമുക്ക് കടുത്ത രോക്ഷവും പകയും ഒക്കെ തോന്നുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിയമരംഗത്ത് ആ പക എത്രത്തോളം അല്ലെങ്കിൽ ആ വിയോജിപ്പ് എത്രത്തോളം സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച് സംശയം നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പൊ നേരത്തെ ശ്രീമതി സന്ധ്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി ആരോപണങ്ങൾ ഇപ്പൊ ഗംഗേശാനന്ദ സ്വാമികളുടെ കേസ് തുടങ്ങി അതിനുശേഷം ഈ ജിഷാവധ കേസിലും ഇപ്പൊ ദിലീപ് കേസിലടക്കം ശ്രീമതി സന്ധ്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആരോപണത്തിന്റെ നിഴലിൽ നിർത്തുക എന്ന് പറയുന്നത് ഒരു കരിയർ അവസാനിച്ച് ഒരു തൊഴിൽ അവസാനിപ്പിച്ചു പോയ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അതൊന്നും നിലവിൽ ഉള്ള സാഹചര്യം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കുണ്ടാവാം, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവാം. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ അന്വേഷണ നേതൃത്വം നൽകിയ ആളുകളുടെ പാളിച്ചയായി കാണുക എന്ന് പറയുന്നത് ശരിയായ ഒരു സമീപനമാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നില്ല രാമമുള്ള സാർ എത്രത്തോളം ഇക്കാര്യത്തിൽ ദിലീപിന് അങ്ങനെ ഒരു ലീഗൽ അഡ്വൈസ് കൊടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മലീഷ്യസ് പ്രോസിക്യൂഷൻ വളരെ അപൂർവമായി മാത്രം ഇന്ത്യൻ നിയമചരിത്രത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ മലീഷ്യസ് പ്രോസിക്യൂഷനിലൂടെ ഏതെങ്കിലും സർക്കാരിനെയോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെയോ ഈ തെളിവുകളുടെ അഭാവത്തിൽ, കാരണം ഇതൊരു അവസാനിക്കാൻ പോകുന്ന യുദ്ധമാണ്. കാരണം നിലവിലിപ്പോ ഒരു ജില്ലാ കോടതിയുടെ വിധി മാത്രമേ വന്നിട്ടുള്ളൂ.
തുടർന്ന് ഹൈക്കോടതിയിൽ സർക്കാരും അതിജീവിതയും അടക്കം അപ്പീൽ പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളും അപ്പീൽ പോകും. അപ്പൊ ഈ അപ്പീലിലൊക്കെ നിശ്ചയമായും വലിയ സാഹചര്യങ്ങൾ, വലിയ അഭിഭാഷകരുടെ നിയമപരമായിട്ടുള്ള വലിയ വാദമുഖങ്ങൾ ഹൈക്കോടതിയിലടക്കം കേൾക്കാൻ സാഹചര്യമുള്ള ഒരു കേസ് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വിഷയം. അപ്പൊ ആ കേസിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ ഇപ്പോ നിലവിൽ 12-ാം തീയതി മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ച പബ്ലിക് ഡോക്യുമെന്റ് ഇതിന്റെ ജഡ്ജ്മെന്റ് നമ്മുടെ മുന്നിലേക്ക് വരും. ആ ജഡ്ജ്മെന്റ് ലഭിച്ച മാത്രമേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാനിരിക്കുന്നതിൽ എന്തുകൊണ്ട് ഒരു പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ളത് നമ്മൾ ഒരു സമൂഹം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. ഒരാൾ കുറ്റക്കാരനാണ്, നമുക്കറിയാം, ഒരു ജഡ്ജിന്റെ മുന്നിൽ ഒരാളെ കൊല്ലുന്നു ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ജഡ്ജിന് മുന്നിൽ ആ കേസിന്റെ ഒരു ട്രയൽ വന്നാൽ താൻ കണ്ടതാണ്, തന്റെ മുന്നിൽ വെച്ചാണ് ഒരാളെ കുത്തിക്കൊന്നത് എന്നുള്ളത് കൊണ്ട് ശിക്ഷിക്കാൻ കഴിയില്ല. ലഭിക്കുന്ന തെളിവുകളാണ്, ആ കോടതി മുമ്പാകെ വരുന്ന തെളിവുകളാണ് ഒരു ശിക്ഷയിലേക്ക് നയിക്കുക. ശരി, നിയമവ്യവസ്ഥയാണ്. നിയമവ്യവസ്ഥ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു ഇപ്പോൾ നടി രഞ്ജിനി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി രഞ്ജിനി, എങ്ങനെയാണ് ഈ ദിലീപിന്റെ ഇപ്പോഴത്തെ ഈ ഇരവാദത്തെ കാണുന്നത്? ഗൂഢാലോചന തനിക്കെതിരെയാണെന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ബിക്കോസ് ഒന്ന് കോടതി നോൺ ഗിൽറ്റി എന്ന് പറഞ്ഞപ്പോ അപ്പോ ഒബ്വിയസ്ലി അത് അടുത്തത് ഡെഫമേഷൻ സൂട്ട് അല്ലേ പോകുന്നത്. സോ അതിന്റെ തിയറിയിലാണ് പോകുന്നു. സോ എല്ലാവർക്കും അത് ഓപ്പർച്യൂണിറ്റി വേണമല്ലോ. സോ ആ നിയമത്തില് പോട്ടെ. പക്ഷെ അതേസമയത്ത് തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നൊരു പക്ഷം കൂടിയുണ്ട്. ഇന്ന് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി സിനിമാ സംഘടനയായ FFKയിൽ നിന്ന് രാജിവെക്കുന്നു. അതിന് കാരണം ദിലീപിനെ ഉടൻ തന്നെ സിനിമാ സംഘടനകളിലേക്ക് തിരികെ എടുക്കുവാനുള്ള തീരുമാനത്തിലുള്ള പ്രതിഷേധമാണ്. അതോടൊപ്പമാണോ താങ്കൾ? ബിക്കോസ് എല്ലാം അൾട്ടിമേറ്റ് ഇത് കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്. നോബഡി ഈസ് അബവ് ദ ലോ. അപ്പോ അവിടെ അഡ്വക്കേറ്റ് അസ്കർ ഉണ്ടല്ലോ. അപ്പോ അസ്കർക്ക് ഐ തിങ്ക് ഹി വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ആ ലീഗൽ പോയിന്റ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ഒരു കോടതിയിൽ വന്നിട്ട് ആ ജഡ്ജ് നമ്മൾ അവിടെ ജഡ്ജ് ഒരിക്കലും ഒരു കേസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ഡൺ ബൈ ദ പോലീസ് ആണ്. അപ്പൊ അവർക്ക് ജഡ്ജോടെ മുമ്പിൽ എന്തൊക്കെ തെളിവുണ്ടോ ആസ് പെർ ദാറ്റ് ആണ് ഇന്നലത്തെ ജഡ്ജ്മെന്റ്. അവിടെ ദിലീപിന് അവിടെ സഫീഷ്യന്റ് എവിഡൻസ് ഇല്ല. അത് കാരണം കൊണ്ടാണ് ദിലീപ് വിട്ടു, ഈ ഇന്നസെന്റ് എന്ന് പറഞ്ഞു വിട്ടത്. ബാക്കി 1 to 6 ആൾക്കാർ അവർ ആ ആക്ടില് ഇൻവോൾവ് ആയി ശരിക്കും. അത് കാരണം കൊണ്ടാണ് അത് ഗിൽറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം ലീഗലായിട്ട് ദർ ആർ ഡിഫറൻസ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ കോടതിക്ക് എന്താ തെളിവ് വരുന്നു അത് വെച്ചിട്ടല്ലേ ജഡ്ജ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഒരുപാട് ആൾക്കാർ ഇത് ജഡ്ജ്മെന്റ് ശരിയില്ല, പിന്നെ ജഡ്ജ് കുറ്റം പറയാൻ തുടങ്ങി, പിന്നെ കോടതിയിലെ എന്താ ഇങ്ങനത്തെ വിധി വരുന്നേ, അങ്ങനെ പറയാൻ പാടില്ല. ബിക്കോസ് നമ്മളെല്ലാവരും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നീതി വേണമെങ്കിൽ കോടതിയിലാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ കോടതിയും അതിന്റെ ജഡ്ജ് നമ്മൾ കൊണ്ടം ചെയ്യാൻ തുടങ്ങിയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി, അപ്പൊ എവിടെയാണ് നമ്മൾ പോകുന്നത്? അപ്പൊ ഇതെല്ലാം ഒരു എന്താ ബാഡ് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. സോ ദാറ്റ് ഈസ് അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. ബിക്കോസ് നിയമം എല്ലാവർക്കും ഈക്വൽ ആണ്. അത് മാത്രമല്ല എല്ലാവരും വി ഹാവ് ടു ഗോ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഗോയിങ് ടു ദ കോർട്ട് ടു ഫൈറ്റ് ദ കേസസ്. ഇവിടെ ഈ കോടതിയിലെ പറ്റില്ലെങ്കിൽ നമുക്ക് ഹയസ്റ്റ് കോടതികൾ ഉണ്ടല്ലോ, അടുത്ത സുപ്രീം കോടതി, ഇങ്ങനത്തെ ഓരോരോ കോടതിയിലെങ്കിൽ നമുക്ക് പോവാം. സോ നമുക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോ ഇന്നലത്തെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് നമ്മളെല്ലാവരും എന്താ പറയാ ജഡ്ജ് പിന്നെ വിധി ശരിയില്ല ഇങ്ങനെ പറയാൻ പാടില്ല. തെളിവ് എന്താ ഉള്ളതോ അതെ കുറിച്ചാണ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ദിലീപിനെ വിക്ടിമൈസ് ചെയ്യുകയാണ് എന്നുള്ള ഒരു തോന്നൽ താങ്കൾക്കുണ്ടോ? ആ കേസിൽ പെടുത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം ഇപ്പോൾ അതാണ് പറയുന്നത്, കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നുവെന്ന്. അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും അങ്ങനെയാണ് പറയുന്നത്. ഞാൻ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും എടുത്തു നോക്കിയാൽ സർവൈവർ എന്റെ സിസ്റ്ററിന്റെ ഇത് എന്താ എക്സ്പീരിയൻസ് അത് ആർക്കും അത് അങ്ങനെ എടുക്കാൻ പറ്റൂല. ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഫെയർ. എല്ലാവർക്കും അങ്ങനെ
എന്താ പറയാ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഓക്കെ, പക്ഷെ എന്താ ചെയ്യാ, നമ്മള് ഓൾറെഡി 1 to 6 ആൾക്കാരെ നമ്മൾ വി ഫൗണ്ട് ഗിൽറ്റി ബിക്കോസ് അവർ ആ ആക്ടില് ഇൻവോൾവ് ആയി. പിന്നെ അടുത്തത് ഇവരെ ശിക്ഷിക്കണം അവിടെ ശിക്ഷിക്കണം അങ്ങനെ പറയാൻ പാടില്ല. ബിക്കോസ് എന്തൊക്കെ തെളിവ് ഉണ്ടോ നമ്മ മുമ്പ് അത് വെച്ചിട്ടേ നമുക്ക് ശിക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ എങ്ങനെ ഇവർക്കെല്ലാം അറിയാന് ദാറ്റ് സോ ആൻഡ് സോ ഹാസ് ഡൺ ഇറ്റ്? നമുക്ക് അങ്ങനെ പിൻ പോയിന്റ്, നമുക്ക് എല്ലാം ഹിയർസേ പറയാം, പക്ഷെ നിയമത്തിന് മുൻപ് ഹിയർസേ അത് വെച്ചിട്ട് ജഡ്ജ്മെന്റ് ഇല്ല. നമുക്ക് എവിഡൻസ് വേണം, കറക്റ്റ് ആണ്, തെളിവ് വേണം. ഇത് ഈ ഇൻസിഡന്റ് നടന്ന ശേഷം തൊട്ട് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. പിന്നെ നമ്മളുടെ കേരള പോലീസ് ഈസ് എക്സലന്റ് ആണ്. അവര് സ്കോട്ട്ലൻഡ് യാർഡ് ആ രീതിയിലാണ് അവർ നല്ല ഇന്റലിജന്റ് ഓഫീസേഴ്സ് കുറെ പേര് ഇൻവോൾവ് ആയിട്ടുണ്ട് ഇതിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു നല്ല പോലീസ് ഫോഴ്സ് ഇരിക്കുമ്പോ നമുക്ക് അവരെയും എന്താ പറയാ, അവരെയും കുറ്റം പറയാൻ പാടില്ല. പക്ഷെ നമുക്ക് എങ്ങനെ അവർ എന്തൊക്കെ അവർ കറക്റ്റ് ആയിട്ട് അത് ചെയ്തോ ഇല്ലയോ, അതാണ് അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാനുണ്ട്. ശരി, അഡ്വക്കേറ്റ് ബി എൻ ദാസ്, പക്ഷേ ഇപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, മുഖ്യമന്ത്രി പോലും പറയുന്നത് ഒരു നിരാശയുടെ സ്വരത്തിലാണല്ലോ. കോടതിയിൽ നിന്ന് വന്ന വിധി അത് പ്രതീക്ഷിക്കാത്തതാണ്, അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോൾ അതിജീവിതയെ ആഗ്രഹിക്കുന്നത് ഈ ഗൂഢാലോചന നടത്തിയവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ്. അതിൽ ദിലീപിന്റെ പേരാണ് ഉള്ളത്, പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിടുകയായത്. പക്ഷേ ഇവിടെ രഞ്ജിനി പറയുന്ന കാര്യം തെളിവില്ലാതെ പിന്നെ എന്ത് ചെയ്യുമെന്നാണ്. മഞ്ജുഷി, ഇതില് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാരണം, ഏതൊരു കേസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയല്ലാതിരിക്കുന്ന വ്യക്തിയെ റോബ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഗൂഢാലോചന സിദ്ധാന്തം തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ ഈ ചർച്ചകളുടെ ഈ തുടക്കത്തിൽ തന്നെ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ പലപ്പോഴും ദിലീപ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ദിലീപ് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ഉറച്ച ബോധ്യത്തിൽ വർത്തമാനം പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷെ ഒരു വിധി വരുമ്പോ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം വർത്തമാനം പറയണമെന്നുള്ളത് കൊണ്ടാണ് ഒരു കോടതിക്ക് ലഭിച്ച തെളിവുകൾ അപര്യാപ്തമാണ് ശിക്ഷിക്കാൻ എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ശിക്ഷ ലഭിച്ചില്ല എന്നുള്ളതിനപ്പുറം അയാൾ കുറ്റക്കാരനല്ല എന്ന അർത്ഥത്തിൽ ഒരു വ്യാഖ്യാനം സൃഷ്ടിക്കരുത് എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. കാരണം പക്ഷേ നിരവധി നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇന്ത്യയിൽ നടന്നു വന്നിട്ടുള്ള നീതിന്യായ സംവിധാനങ്ങളിലെ കേസുകളുടെ നടപടിക്രമങ്ങൾ പരിശോധിക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, എല്ലാ കേസുകളിലും അങ്ങനെ വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതി ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാതൽ എന്ന് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഒരു പ്രതിയെ വെറുതെ വിടുക എന്നുള്ളതാണ്. എന്നതിന്റെ അർത്ഥം അയാൾ നിരപരാധിയാണ് എന്ന വ്യാഖ്യാനമല്ല ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ അത് ഓരോ ജഡ്ജിയും തന്റെ വ്യക്തിപരവുമായിട്ടുള്ള തീരുമാനം അത് തന്റെ നിയമബോധത്തിന്റെയും ഇന്നലെ വരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും വിധികളുടെയും പശ്ചാത്തലത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ നമുക്ക് സമൂഹത്തിനാകമാനം നിരാശയുണ്ടായി എന്ന് ചോദിച്ചാൽ നിരാശയുണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വിധിയെ നിരാശയുടെ ശബ്ദത്തിൽ കേൾക്കേണ്ടി വരുന്നത്. ഇത് പറയുമ്പോൾ ആ ജഡ്ജ് ഏതോ തരത്തിലുള്ള ഒരു മഹാപരാധം ചെയ്തു, പ്രതിയെ വെറുതെ വിട്ടുകളഞ്ഞു എന്ന അർത്ഥത്തിൽ ജഡ്ജിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അഭിഭാഷകരടക്കമുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു ജഡ്ജി കൂടിയാണ് അനിയം വർഗീസ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇംപെക്കബിൾ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ജഡ്ജാണ്. ഒരു കാരണവശാൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തെയും അവരെ ബാധിക്കാറില്ല. വളരെ വ്യക്തിപരമായി അവരെ പൊതുസമൂഹത്തിൽ അറിയുന്നവർക്ക് അറിയാം, വളരെ കോടിയലായി ആളുകളുമായി ഇടപെടുന്ന ആണ്. ഈ അതിസമ്മർദ്ദം, ഈ കേസിലുണ്ടായിട്ടുള്ള അതിസമ്മർദ്ദത്തെ വളരെ നിസ്സാരമായി അതിജീവിക്കുകയായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ തെളിവുകളുടെ അഭാവമുണ്ട്. അത് അന്വേഷണ ഏജൻസിയുടെ പരാജയവും പ്രതിയുടെ കൗശലവും അതിനപ്പുറം സ്വാധീനവും പണവും ഒക്കെ ചേർന്ന ഒരു സമ്മിശ്രമായിട്ടുള്ള സാഹചര്യം കൂടി ഉണ്ട്. അതാണ് പ്രധാനം, പ്രതിയുടെ സ്വാധീനവും പണവും അതെല്ലാം കൂടിയുള്ള ഒരു സമ്മിശ്രമായ ഒരു രൂപം. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഈ വക്കീലന്മാരുടെ സാമർഥ്യം കൂടിയാണല്ലോ. രാമൻപിള്ള സാറിനെ പോലെയുള്ള പ്രഗത്ഭരുടെ സേവനം അവിടെ ലഭ്യമായോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. താങ്കൾ അതിനുള്ള നിലപാട് കൂടി പറഞ്ഞ ശേഷം മഹേഷിലേക്ക്.
അല്ല, രാംപിള്ള സാറിനെ പോലെ മാത്രമല്ല, ഒരുപക്ഷെ രാംപിള്ള സാർ അല്ലാതെ മറ്റുള്ള ആരെങ്കിലും ആയിരുന്നു ആ കോടതിയിൽ ഹാജരായിരുന്നെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ 87 ദിവസം ചോദ്യം ചെയ്യാൻ. കാര്യം കോൺസ്പിറസി മാത്രമുള്ള ഒരു ആരോപണം നേരിടുന്ന ഒരു പ്രതിയുടെ വക്കീലിനെ 87 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്തരിക്കുന്നതിനു വേണ്ടി കോടതി അനുവദിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ രാംപിള്ള സാറിനെ പോലുള്ള ഒരു ഏറ്റവും കേരളത്തിലെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു അഭിഭാഷകനായതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ അനുവദിക്കുക. ഒരുപക്ഷെ ഞങ്ങളൊക്കെ പോകുന്ന കോടതികളിൽ 10 ചോദ്യം കഴിയുമ്പോൾ വാട്ട്സ് റിലവൻസി എന്ന് ചോദിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന കോടതി സമ്പർക്കം പബ്ലിക് പ്രോസിക്യൂട്ടർക്കും നേരിട്ടു. അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിന്മാറിയത്. മഹേഷ്, അതിനുള്ള മറുപടി താങ്കൾ 2 കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരുന്നു. ഒന്ന്, തെളിവുകളുടെ അഭാവം. 2, ആ ഒരു സ്പേസ് കിട്ടിയില്ല കോടതിയിൽ നിന്ന്. രണ്ടാമത്തേതാണ് പ്രധാനം, ആ ഒരു സ്പേസ് കിട്ടിയില്ല എന്നുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക്. മഞ്ജുഷേ, നമുക്ക് ആഗ്രഹമുള്ളൊരു സാധനം ഉണ്ടാക്കുന്നത് ശരിയല്ലെങ്കിൽ ഉപകരണത്തെ കുറ്റം പറയുന്നത് പോലെ വേണ്ട തെളിവുകൾ കൊടുക്കാഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധി വരാത്തതിന് നിങ്ങളിങ്ങനെ വന്ന് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം ഈ വിധിയിൽ, അതിനനുസരിച്ചിട്ടുള്ള വിധി വന്നില്ല. ഉടനെ നിയമവാഴ്ച പ്രശ്നമായി, കോടതി പ്രശ്നമായി, കോടതിയുടെ വിധി പറഞ്ഞ ആൾ പ്രശ്നമായി. ഇത് എന്താണിത്? കോൺസ്പിറസി എന്ന് പറയുന്നത് തന്നെ തെളിയിക്കാൻ കോടതിക്ക് പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറി നടന്നിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ടാണ് നേരിട്ട് ബന്ധമുള്ള 1 തൊട്ട് 6 വരെ കോടതി ശിക്ഷിച്ചത്. അവർക്ക് നേരിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ നടന്നു എന്ന് ഉള്ള പോലീസിൻ്റെ ഭാഷയും അവിടെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അതിനിപ്പോൾ എന്താണ്? ഇപ്പോൾ രാമപിള്ള സാറല്ല, ആര് വന്നാലും പോലീസ് ഇത്തരം എവിഡൻസ് കൊടുക്കാത്തടത്തോളം കാലം എങ്ങനെയാണ് ഇത് ശിക്ഷിക്കപ്പെടുക? 8 തൊട്ടുള്ള 8-ാം പ്രതിയും 8-ാം പ്രതി വന്നുകൊണ്ടാണ് 10-ാം പ്രതി വന്നത്. അപ്പോൾ 8-ാം പ്രതി എങ്ങനെയാണ് പിന്നെ ശിക്ഷിക്കപ്പെടുക? ഇവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ പോലീസ് അങ്ങനെയല്ല, പോലീസ് ഭയങ്കര. ഞാൻ ചോദിച്ചോട്ടെ, എന്തായിരുന്നു പിന്നെ നമ്മുടെ ISRO ചാരക്കേസിൻ്റെ നമ്പിനാരായണൻ്റെ കേസ്? അതിനകത്ത് അവസാനം എന്താണ് സംഭവിച്ചത്? എന്തായിരുന്നു പോൾ മുത്തൂറ്റിൻ്റെ എസ് കത്തിയുടെ സംഭവങ്ങൾ? ഇവരെ ഒരു തെളിവ് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ പോലീസുമല്ല, 1-2% പോലീസുകൾ കറപ്റ്റഡ് തന്നെയാണ്. അവരിപ്പോഴും കറപ്റ്റഡ് തന്നെയാണ്. അവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്, യാതൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ ഈ അന്വേഷണത്തിലിരുന്ന IG അല്ലെങ്കിൽ DYSP മുരളി സാറായിരുന്നു DYSP ആയിട്ട് അന്വേഷണത്തിലുണ്ടായിരുന്നത്, എന്തുകൊണ്ടാണ് അവരെ പിന്നെ കശ്യപ്പിനെയും പിന്നെ മുരളി സാറിനെ മാറ്റിയത്? ഒരു DYSP ആയ മുരളി സാറിനെ മാറ്റുകയാണെങ്കിൽ പകരം ഏതെങ്കിലും DYSPമാരെ എത്തിക്കാത്തതിന് പകരം ഒരു സർക്കിൾ ഇൻസ്പെക്ടറിലോട്ട് ഈ അന്വേഷണ ചുമതല കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതെല്ലാം ഉത്തരം പറയണ്ടേ? പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, എന്തിനാണ് ഇത്രയും ഇങ്ങനെ ഒരു ദിലീപ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അദ്ദേഹത്തിന് നഷ്ടമായ 87 ദിവസം, അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അദ്ദേഹം ഇപ്പോൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹയർ കോടതികളിൽ പോകുമ്പോഴും അവിടെയും തെളിവുകൾ തന്നെയാണ് വേണ്ടത്. എന്തായാലും അതെന്തായിക്കോട്ടെ. ശ്രദ്ധിച്ചല്ലോ, സ്വയം വാരിക്കുഴി തീർക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ഹസ്കറിന്റെ നിലപാട്. സ്വയം വാരിക്കുഴി തീർക്കുന്നതിന് തുല്യമാണെന്ന്. അതെങ്ങനെയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലല്ല, അദ്ദേഹത്തിന്റെ മാനസിക പ്രതിസന്ധിക്ക്, അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നങ്ങൾക്ക് ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഗാലറിയിൽ നിന്ന് വിസിലടിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ 8.5 വർഷം അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്ന ഒരു 20ഓളം സിനിമകൾ, അതുവഴി ജോലി കിട്ടിയേക്കാമായിരുന്ന സിനിമാ പ്രവർത്തകർ, എന്തോരം നഷ്ടമാണ് ചലച്ചിത്ര മേഖലയ്ക്ക് തന്നെ ഉണ്ടായത്? അതിനാർക്കും ഒന്നും ഒരു ഉത്തരം പറയാനില്ല. അല്ല, ആദരണീയന മഹേഷ്, അങ്ങേക്ക് ഒരു പക്ഷേ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്നു എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിലൂടെ എന്തെങ്കിലും അദ്ദേഹത്തിന് വന്നിട്ടുള്ള നഷ്ടങ്ങളെ സംബന്ധിച്ചു നിരവധി പ്രതികൾ 10 കൊല്ലത്തോളം ജയിൽവാസം അനുഭവിച്ചിരുന്ന ഇതുപോലെ കുറ്റാരോപിതരായിട്ടുള്ള നിരവധി പ്രതികളുണ്ട്. അവരെ ഒരുപക്ഷെ ഹൈക്കോടതിയോ അല്ലെങ്കിൽ 7-8 കൊല്ലം കഴിയുമ്പോൾ ജില്ലാ കോടതിയിൽ വിചാരണയ്ക്കൊടുവിൽ നിരപരാധിയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ലോ. അപ്പൊ ഇതാണ് പ്രശ്നം വരുന്നത്. കഴിഞ്ഞ 8.5 കൊല്ലം നഷ്ടപ്പെട്ട ദിലീപ് ഇന്ത്യൻ സിനിമയിലും മലയാള സിനിമയിലും മാറ്റിവെക്കപ്പെടാൻ കഴിയാത്ത എന്തൊക്കെയോ സംഭാവനകൾ നൽകേണ്ടി വരുന്ന വിലപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ആളായിരുന്നു എന്ന വലിയ സ്വാധീനക്കാരനെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദിലീപ് സ്വയം വാരിക്കുറ്റി തോണ്ടുകയാണ്. കാരണം പോലീസിന്റെ നമ്പി നാരായണന്റെ കാര്യം സാർ പറയൂ സാർ. ഈ ഇതുപോലെ ഇന്ത്യക്ക് എന്നും അഭിമാനമായിരുന്ന ഇന്ത്യക്ക് അഭിമാനമായിരുന്ന നമ്പി നാരായണൻ സാറിന് ഇതുപോലെ ജയിലിൽ ഇട്ടില്ലേ? അല്ല, ഞാനും നിങ്ങളും അടക്കം ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഈ ആദ്യ വാർത്ത മനോരമയിൽ വരുമ്പോ ഞാനും നിങ്ങളും അടക്കം വിശ്വസിച്ചിരുന്നത് നമ്പി നാരായണൻ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ISROയുടെ രഹസ്യങ്ങൾ മുഴുവൻ വിൽപ്പന നടത്തിയ വലിയ ചാരനെന്നും കൊള്ളക്കാരനെന്നും നിലയിലായിരുന്നല്ലോ നമ്മളെല്ലാം കണ്ടത്. ഒടുവിൽ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയും സുപ്രീം കോടതി നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ കൊടുക്കണമെന്ന് പറയുന്നതുവരെ നമ്മൾ അദ്ദേഹത്തെ തെറ്റായി ധരിച്ചിരുന്നതാണ്. സ്വന്തം അയൽവക്കക്കാർ പോലും അദ്ദേഹത്തെ തെറ്റായി ധരിച്ചിരുന്നതാണ്. അതാണ് നമ്മുടെ മനോഭാവം, കാഴ്ചപ്പാട് അതാണ്. ഇവിടെ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിധി കൊണ്ട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് വരുത്തി. ഇതിലെ കേസിൽ ഒരു പരമപ്രധാനമായിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കുറ്റകൃത്യത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ നൽകിയിട്ടുണ്ട് എന്നൊരു പ്രതി പറയുകയാണ്. ഏത് അന്വേഷണത്തെയും നയിക്കുക എന്ന് പറയുന്നത് പ്രതിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്നാണ്. അത് നിയമത്തിൽ അഡ്മിസിബിൾ അല്ലെങ്കിൽ പോലും അന്വേഷണത്തെ സഹായിക്കുന്ന എപ്പോഴും പ്രതി നൽകുന്ന കുറ്റസമ്മത മൊഴിയിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന വെളിവാകുന്ന കാര്യങ്ങളിൽ നിന്നാണ് അന്വേഷണം മുന്നോട്ട് പോവുക. ഇവിടെ ഈ കേസിൽ പൾസർ സുനി മുതൽ 6 പേർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അതിജീവിതയെ ബലാത്സംഗം ചെയ്തതെന്ന് പോലീസിനോ സമൂഹത്തിനോ അങ്ങോട്ട് കാഴ്ചപ്പാടുണ്ടോ? മറ്റൊരാൾ ചെയ്യാൻ ഏൽപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ എടുത്ത് കാക്കനാടുള്ള ഏതോ അദൃശ്യ കേന്ദ്രത്തിൽ എത്തിക്കുക എന്ന് പറയുകയും ആ ദൃശ്യങ്ങൾ അവിടെ എത്തിക്കുകയും അതേസമയം 8ാം പ്രതിയും 1ാം പ്രതിയും ഒരേ ടവർ ലൊക്കേഷന്റെ കീഴിൽ വരികയും ഒക്കെ ചെയ്ത അനിതര സാധാരണമായ വിവരങ്ങളുള്ള ഒരു കേസായിരുന്നു ഇത്. ഒരു പക്ഷേ ഭാഗ്യവശാൽ 8ാം പ്രതിക്കെതിരെയുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ ഭാഗ്യവശാൽ ആ തെളിവുകൾ അപര്യാപ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് വെറുതെ വിട്ടത്. അദ്ദേഹം കുറ്റക്കാരനല്ല എന്നല്ല കോടതി കണ്ടെത്തിയത്. കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുന്ന കോടതിയാണെങ്കിൽ നിശ്ചയമായും അതിൽ ഒരു പാരഗ്രാഫ്, ആ ജഡ്ജ്മെന്റ് ഇനി 12ാം തീയതി വരില്ല, അതിലൊരു പാരഗ്രാഫ് ഉണ്ടാവും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന്. കാരണം അയാൾ 88 ദിവസം ജയിലിൽ കിടക്കുകയും നീണ്ടകാലം വിചാരണ നേരിടുകയും മാനസികവും ശാരീരികവും സാമൂഹികവുമായി നിഷ്കാസിതനാവുകയും ചെയ്തതിന്റെ കുറ്റം സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ പോലീസിനുമാണ്. അതുകൊണ്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിന്ന് പണം നൽകണം, നഷ്ടപരിഹാരം നൽകണം എന്നൊരു ജഡ്ജ്മെന്റിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോഴും അത്തരത്തിലൊരു കാഴ്ചപ്പാട് ആ ജഡ്ജിന് ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. തെളിവുകളുടെ അഭാവത്തിൽ ആ പ്രതിയെ വെറുതെ വിടുന്നതായി മാത്രമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തെളിവുകളുടെ അഭാവത്തിൽ ഞാൻ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി സംസ്ഥാന സർക്കാരിനെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇപ്പോ ശരിയാക്കി കളയാം എന്ന തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ആ തോന്നലുകൾ ഒരുപക്ഷെ ഇനി മറ്റു കോടതികളിൽ, നമുക്കറിയാം ഇപ്പോ ജില്ലാ കോടതി കണ്ട ഒരു ജഡ്ജിന്റെ കാര്യമായിരിക്കില്ല ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ കുറെ കൂടെ വലിയ വീക്ഷണകോണുള്ള, വലിയ വിജ്ഞാനമുള്ള, വലിയ ഇന്റലിജന്റ് ആയിട്ടുള്ള ജഡ്ജിമാരാണ് ഹൈക്കോടതികളിൽ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. അവിടെ എത്തുന്ന കേസുകളിലെ 50% കേസുകളും ശിക്ഷിക്കപ്പെട്ട് ജില്ലാ കോടതികൾ ശിക്ഷിക്കപ്പെട്ട് ചെല്ലുന്ന 50% കേസുകളും ഹൈക്കോടതി വെറുതെ വിടുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ അത് തെളിവുകൾ പര്യാപ്തമല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടുകയാണ്. പക്ഷെ സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ അതിൽ 10% കേസുകൾ വീണ്ടും ശിക്ഷ ശരിവയ്ക്കുകയും 40% വെറുതെ വിടുന്നതും ആണ് നമ്മുടെ നിയമചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷെ എന്നതുകൊണ്ട് ആ പ്രതി കുറ്റക്കാരനല്ല എന്ന കാഴ്ചപ്പാട് പൊതുസമൂഹം എടുക്കുക. നിരപരാധിയാണ്, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ വളരെ നല്ലത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരെ ഇപ്പോൾ സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ തന്നെ ദിലീപ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നടത്തുക എന്നുള്ളത്. നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ? മഞ്ജുഷേ, ആർക്കും ആരുടെ പേര് വേണമെങ്കിലും കേസ് കൊടുക്കാവുന്ന ഒരു നാടാണ് കേരളം. കേസ് കൊടുക്കട്ടെ. എന്തുദ്ദേശത്തിലാണ് ഈ കേസ് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം ഈ 8.5 വർഷം അല്ലെങ്കിൽ ഈ 8 വർഷത്തോളം ഈ ജയിലിൽ കിടന്ന സമയത്തും പുറത്തു വന്ന സമയത്തും ഒക്കെ ഈ ദിലീപിന് സമയം ഉണ്ടായിരുന്നല്ലോ. ഈ വിചാരണ നടക്കുന്ന സമയത്ത് ഇത്രയും കാലം ദിലീപിന് കേസ് കൊടുക്കാൻ സമയമില്ലായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പൊ വിളിച്ചു പറയുന്നത്? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അടച്ചിട്ട മുറിയിലായിരുന്നല്ലോ വിചാരണ. ഈ അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കുകയും ഇരയുടെ മാനം ജീവനക്കാരന്റെ വീട്ടിൽ കൊടുത്തുവിടുകയും ചെയ്ത 3 കോടതികളുണ്ട് കേരളത്തിൽ. അത് 1 അങ്കമാലി കോടതിയാണ്.
ഒന്ന് വിചാരണ കോടതിയാണ്, ഒന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. ഈ 3 കോടതികളിൽ നിന്നും മെമ്മറി കാർഡ് വരെ വീട്ടിൽ കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആക്സസ് ചെയ്തു. ഈ ആക്സസ് ചെയ്തതിന്റെ FSL റിപ്പോർട്ട് അവിടുന്ന് ഈ വിചാരണ കോടതിയിൽ വന്നിട്ട് 1.5 വർഷമല്ലേ അത് പൂഴ്ത്തി വെച്ചിരുന്നത്. 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതെടുത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ, അല്ല നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു, ക്ലാരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അതും പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോ ഇതൊക്കെയാണോ നീതി? ദിലീപിന്റെ ഫോണിൽ നിന്ന് ആക്രമണത്തിന്റെ മുഴുവൻ ലിഖിത രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏത് പോലീസുകാരനാണ് അവിടെ കൊണ്ടിട്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കൊണ്ടിട്ടത്. ജഡ്ജിനെ സ്വാധീനിക്കാനായി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വോയിസ് സ്ലിപ്പ് ഉണ്ടല്ലോ, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന ഒരു വോയിസ് സ്ലിപ്പ്. അത് തൃശ്ശൂരെ BJPയുടെ നേതാവ് ഉല്ലാസ് എന്ന് പറയുന്നയാൾ ദിലീപിന്റെ അനുജൻ അനൂപിന് അയച്ചു കൊടുത്ത വോയിസ് സ്ലിപ്പ് ആണല്ലോ. എന്നിട്ട് ആ ഉല്ലാസ് മൊഴി മാറ്റി പറഞ്ഞില്ലേ? മൊഴി മാറ്റിയവരിൽ ഉൾപ്പെടുന്ന ആളല്ലേ? അതെന്താ അന്വേഷിക്കാത്തത്? അതൊക്കെയല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പോൾ പോലീസിന്റെ വീഴ്ച എന്നാണോ താങ്കൾ പറയുന്നത്? പോലീസിന്റെ വീഴ്ച പ്രോസിക്യൂഷന്റെ വീഴ്ച എന്നാണോ? പ്രോസിക്യൂഷന്റെ വീഴ്ച എന്നാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പ്രോസിക്യൂഷൻ ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയാം. അതായത് അഡ്വക്കേറ്റ് ആസിഫ് അലി സാർ ഉണ്ടല്ലോ, പഴയ DGP, അദ്ദേഹം പോലും ഇന്നലെ പറയുന്നത് കേട്ടു. അദ്ദേഹം ഇതിന്റെ രേഖകൾ മുഴുവൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിന്റെ രേഖകൾ മുഴുവൻ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. ബാലേന്ദ്രകുമാർ ആദ്യം നിന്നോ നിറയെ വോയിസ് ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ഇത് ചാനലുകൾക്ക് പോലും ഇത് കൊടുക്കേണ്ടി വന്നത്. ചാനലുകൾക്ക് പോലും ബാലേന്ദ്രകുമാർ കൊടുത്തത് അതിനുശേഷമാണ്. നടി ആക്രമിക്കപ്പെട്ട ദിവസത്തിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ച ആളാണ് ഞാൻ. എനിക്കറിയാം ഇതിനകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആരും അങ്ങനെ നിരപരാധി ചമഞ്ഞിട്ട് പുറത്തിറങ്ങി ഞാൻ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ കൂടെ നിന്ന ആൾക്കാർക്ക് മുഴുവൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയൊക്കെ അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞുപോയി. നടക്കുന്ന കേസൊന്നും അല്ലത്. ADGP സന്ധിക്കെതിരെ കേസ് കൊടുക്കുക. എന്നാ പിന്നെ PR ശ്രീലേഖയ്ക്കെതിരെ DGP ശ്രീലേഖയ്ക്കെതിരെ കേസ് കൊടുക്കാത്ത എന്താ? ശ്രീലേഖ ജയിലിൽ പോയി കണ്ടപ്പോ വിറച്ചുകൊണ്ട് നിന്നോ? അപ്പൊ കമ്പിളി എടുത്ത് കൊടുത്തതാണോ? അതുകൊണ്ടാണോ ശ്രീലേഖയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത്? അങ്ങനെയാണോ സന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? ബൈജു പൗലോസിനെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുന്നത്? ഇവിടെ SP ആയിരുന്ന ജോർജ് സാറിനെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ ഈ പോലീസുകാരെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് അവർ കാണിച്ചത് മുഴുവൻ ഈ പോലീസുകാർക്ക് ദിലീപിനോട് എന്താണ് ഇത്ര വിരോധം എന്തായിരുന്നു? അതാണ് അറിയാമേത്. ഈ ADGP സന്ധ്യയ്ക്കോ പോലീസുകാർക്കോ ദിലീപുമായിട്ട് എന്താണ് വിരോധം? അങ്ങനെ ചോദ്യമുണ്ടല്ലോ, എന്ത് വിരോധത്തിന്റെ പേരിൽ ദിലീപിനെ ഇങ്ങനെ കേസിൽ പ്രതിയാക്കണം? അല്ല, ദിലീപിനെ കേസിൽ പ്രതിയാക്കിയതിന്റെ വളരെ വ്യക്തമായ കാര്യകാരണങ്ങൾ അന്നത്തെ SP ആയിരുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തി, ജോർജ് സാർ, അദ്ദേഹം വളരെ വ്യക്തമായി, AB ജോർജ്, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പല ഇന്റർവ്യൂകളിലും അന്ന് ചാനലുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്നതും അന്ന് 86 ദിവസം ദിലീപ് ജയിലിൽ കിടക്കുന്നതും. ആരെങ്കിലും തെളിവില്ലാതെ പിടിച്ചോണ്ട് ജയിലിൽ ഇടുവോ? അത് പ്രത്യേകിച്ച് ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക ബൈജു കൊട്ടാരക്കര. അല്ല, ഇപ്പം ഞാൻ പറയുന്നത് ഇവിടെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ തെളിവുകൾ അന്വേഷിച്ച് പോകാതെ ദിലീപാണെന്ന് തീരുമാനിച്ചിട്ട് ദിലീപിനെതിരെയുള്ള തെളിവുകൾക്ക് പോയാലാണ് ഈ പറ്റിയത്. മഞ്ജു പറഞ്ഞപ്പോൾ അത് ദിലീപാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. ദിലീപാണോ ഇല്ലയോ അല്ല എന്ന് ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഒരു ബൂമറാങ് പോലെ തിരിച്ചത് ദിലീപ് ഈ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. തിരിച്ച് ഈ ഗൂഢാലോചന അന്വേഷിക്കുന്നത് ദിലീപ് ഇപ്പോൾ ആവശ്യപ്പെടാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ അസ്കർ പറഞ്ഞ കറക്റ്റാണ്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ആ ജഡ്ജിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് തെളിവുകളുടെ ഇതിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നു. ഇനി ഇത് മേൽക്കോടതി പോകുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. 8.5 വർഷം കിട്ടാത്ത എന്ത് തെളിവുകളാണ് ഇനി കിട്ടാൻ പോകുന്നത്? അത് ന്യായമായ ചോദ്യമാണ്. 8.5 വർഷം ബൈജു, ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് കിട്ടാത്ത എന്ത് തെളിവുകൾ പുതിയതായിട്ട് വരും? ഇല്ല, ഇനി പുതുതായിട്ട് ഒരു രാജഗിരിയത്തല്ലേ സംസാരിച്ചോ? സോറി, വിനു നമസ്കാരം. അതായത് ഇനി പുതിയ തെളിവുകൾക്ക് വേണ്ടി അല്ല ഇത് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അതായത് ഈ വിചാരണ കോടതിയിൽ ഇപ്പം നടന്ന ഈ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അറിയാം, അതിജീവിതയ്ക്ക് അറിയാം. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ശ്രീ വിനു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല്, ഈ വിചാരണ നടക്കുന്ന സമയത്ത് അടച്ചിട്ട കോടതിയിൽ വേണമെന്നാണല്ലോ പറഞ്ഞത്. അതിജീവിത എത്ര പ്രാവശ്യം പറഞ്ഞു അത് വേണ്ട, ഓപ്പൺ കോർട്ടിലാകാം. സമ്മതിച്ചു കൊടുത്തോ? ഇല്ല. ഈ 3 കോടതികളിൽ നിന്ന് മെമ്മറി കാർഡ് പോയതിനു ശേഷം ഈ മെമ്മറി കാർഡ് പോയതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അന്വേഷിച്ചോ? അന്വേഷണം നിരസിച്ചോ? 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇത് അന്വേഷിക്കരുതെന്ന് പറഞ്ഞ് ഹർജി കൊടുത്ത ആളല്ലേ. ദിലീപിന് എന്താണ് അവകാശം അങ്ങനെ ഹർജി കൊടുക്കാൻ?
ബൈജു ഏതൊരു വാദിയും ചെയ്യുന്ന കാര്യങ്ങളാണ് ദിലീപ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അല്ല സോറി, പ്രതി എന്ന് ആരോപിക്കപ്പെട്ട ആളും ചെയ്യുന്ന കാര്യങ്ങൾ. അല്ല, ബൈജുവിന്റെ ഒരു കാര്യത്തിൽ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു, തുടക്കം മുതൽ ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു. ഞങ്ങളും എല്ലാ അതിജീവിതയുടെ കൂടെ തന്നെയാണ്. പക്ഷെ വിധി കണ്ടു കഴിഞ്ഞു. വിനു ഇപ്പോൾ പക്ഷെ ദിലീപിന്റെ കൂടെയായി. അല്ല ദിലീപ് അല്ല അതിജീവിതർക്കൊപ്പം. ഞാൻ അന്നും ഇന്നും ഞാനും അതെ മഹേഷും ഒക്കെ പറയുന്നത് ദിലീപ്, കാരണം ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് അടുപ്പമുള്ളവരാണ് ദിലീപായിട്ട് ഞാനും മഹേഷും ഒക്കെ. ബൈജുനും ഒക്കെ പരിചയമുണ്ട്, അടുപ്പമുണ്ട്. ദിലീപ് അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്ന് പറയാൻ ഞങ്ങളാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനു കോടതി നിയമമൊക്കെ? സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ പറയുന്ന, ആരാധകർ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്നിപ്പോ കോടതി വിധി എന്താണ്, ആ വിധിയെ നമ്മൾ എല്ലാവരും ജനാധിപത്യത്തിൽ രഞ്ജിനിയും ആ നിലപാടാണ്. രഞ്ജിനി, താങ്കൾക്കും അതേ നിലപാടാണല്ലോ. പക്ഷെ നേരത്തെ താങ്കൾ ദിലീപ് കുറ്റവിമുക്തനാകുന്നത് വരെ സിനിമാ സംഘടനകളിൽ ഒന്നും ഉണ്ടാകരുത് എന്ന നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ പക്ഷേ തിരിച്ചു വന്നോട്ടെ എന്നാണ് അല്ലേ? അല്ല, അങ്ങനെയല്ല. ഒരാള് ഇപ്പൊ കോടതിയിൽ അക്വിറ്റ് ചെയ്താല് അപ്പൊ ഓട്ടോമാറ്റിക്കലി അല്ലേ, അഥവാ ഈ എല്ലാം യൂണിയൻസിനും അത് ഒരു ക്ലോസ് വെക്കണം. ഇനി ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാന്ന് അത് ഒരു നിയമം കൊണ്ടുവരണം ഈ എല്ലാ സംഘടന ഇതില്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലോസ് ഇല്ലെങ്കിൽ ഇല്ല, നിലവിലില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഹി ഹാസ് ദ റൈറ്റ് ടു റിട്ടേൺ. അപ്പൊ ശ്രീമതി രഞ്ജിനി പറഞ്ഞത് കറക്റ്റാ. ഇനി മുതൽ ആരെങ്കിലും ഇങ്ങനെ വരുവാണെങ്കിൽ എടുക്കാൻ പറ്റാത്ത ഒരു ക്ലോസ് വേണം. ഈ വിധി അല്ല ശ്രീമതി രഞ്ജിനി, ഈ വിധി കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അതാണ്. ഈ വിധി കൊണ്ട് കയ്യിൽ കുറെ പണവും ഒക്കെ കുറെ നുണയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊട്ടേഷൻ റേറ്റ് കൊടുക്കുക, അല്ലെ റേപ്പ് ചെയ്യാന്നുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. യാതൊരു സംശയമില്ല ഇതിനകത്ത്. ആ വിധിക്കകത്ത് ഒരു പെൺകൊച്ചിന്റെ മാനത്തെക്കാളും കൂടുതൽ ഒരാളെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് സിനിമ നിർമ്മിക്കുന്നതോ അയാളെ പൊക്കിപ്പിടിച്ച് നടക്കുന്നതോ ഒന്നും അല്ല ഈ നാട്ടിൽ വലുതായിട്ടുള്ളത്. അല്ലെങ്കിൽ അയാള് കുറ്റവിമുക്തനായി എന്ന് കോടതി പറയുമ്പോ കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ വെർഡിക്റ്റ് ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. വെർഡിക്റ്റ് കിട്ടാതിരിക്കുന്ന 12-ാം തീയതി ഉള്ളൂ. വെർഡിക്റ്റ് കൈ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായും അത് അതിജീവിതം ഹൈക്കോടതിയിൽ പോകും, പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതിയിൽ അവർ ഇഴകേറി പരിശോധിക്കട്ടെ. ഹൈക്കോടതിയിൽ ഇതിലും വിവരമുള്ള ജഡ്ജിമാർ എത്ര പേരുണ്ട്, അവരന്വേഷിക്കട്ടെ, അവരൊന്ന് ഇഴകേറി പരിശോധിക്കട്ടെ. അപ്പൊ അറിയാമല്ലോ എന്തൊക്കെയാണ് 12-ാം തീയതി അറിയാമല്ലോ എന്തൊക്കെയാണ് പിഴവുകൾ വന്നിരിക്കുന്നതെന്ന്. ഈ കൊടുത്തിരിക്കുന്ന എത്ര ഞാൻ ചോദിക്കട്ടെ, 262 സാക്ഷികൾ ഉണ്ടായിരുന്നല്ലോ. അതിൽ 28 പേരല്ലേ കാലുമാറിയത്. ആ ഈ കാലുമാറി 28 പേര് ആരൊക്കെയാ? സിനിമയിൽ നിന്നുള്ള 4-5 പേര്, ബാബു, പിന്നെ ഇടവേള ബാബു, അതേപോലെ സിദ്ദിഖ്, മുകേഷ്, ബിന്ദു പണിക്കര്, ഭാമ. മഹേഷ് ഇവിടെ പറഞ്ഞത് കൂറുമാറി എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ്. മഹേഷ് അതിനൊരു ക്ലാരിറ്റി. മഹേഷ് ആരാണ് പറഞ്ഞത് കൂറുമാറാൻ കഴിയില്ലെന്ന് പറഞ്ഞെന്ന്? ഞാൻ ചോദിക്കട്ടെ, പോലീസിനൊരു മൊഴി കൊടുത്തിട്ട് ആ മൊഴി കോടതിയിൽ മാറ്റി പറയുന്ന കൂറുമാറ്റമല്ലേ? സാഗർ എന്ന് പറഞ്ഞ സാക്ഷി നിർബന്ധിച്ച് പറയിപ്പിച്ചതെന്നാണ് മഹേഷ് അല്ല, എന്താണ് അവരെ പറയിപ്പിച്ചതാണോ? ബൈജു മഹേഷ് പറയും. മഹേഷ് അല്ല, എനിക്ക് ബൈജു കൊട്ടാരക്കരയ്ക്ക് ഉത്തരവ് നൽകേണ്ട കാര്യം എനിക്കില്ലല്ലോ. അത് എന്താ മഹേഷ് എന്താ പറഞ്ഞത് കേട്ടില്ലായിരുന്നു ഞാൻ. അല്ല, മഹേഷ് തന്റെ നിലപാട് പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ എന്തിനാണ് അത്തരം ബൈജുവിന്റെ ആരോപണങ്ങൾക്ക് ഞാൻ എന്തിനാണ് ഉത്തരം നൽകുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായി, ഇത് കൂറുമാറ്റം നമ്മൾ ഒരിടത്ത് കൊടുക്കുന്ന മഹേഷിന്റേതായിട്ടുള്ള വെർഷൻ ഉണ്ട്, എനിക്ക് എന്റേതായിട്ടുള്ള വെർഷൻ ഉണ്ട്. ഞാൻ എന്റെ വെർഷനാണ് പറഞ്ഞത്. അതായത് ഈ കൂറുമാറ്റം എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ, ഈ പറഞ്ഞ ഈ 28 പേർ, പിന്നെ കാവ്യമാധവൻ അച്ഛൻ, അമ്മ, അവരുടെ ബ്രദർ, ദിലീപിന്റെ സുഹൃത്തുക്കള്, അനിയന്, അളിയന്, ഇവരൊക്കെയാണ് ഈ കൂറുമാറിയിലെ കൂട്ടത്തിലുള്ളവര്. അല്ലാതെ വെളിയിൽ നിന്നുള്ള ആൾക്കാരല്ല. വെളിയിൽ നിന്നുള്ള വന്ന 3 പേരാണ്. ഒരു പോലീസ് ഓഫീസർ. ആ പോലീസ് ഓഫീസറുടെ മുൻകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും അയാൾ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന്. പിന്നുള്ളത് ഇതാണ് സാഗർ എന്ന് പറഞ്ഞ സാക്ഷി. ഈ സാഗറിന് 7 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം അയാളെ കൊണ്ട് കൂറുമാറ്റിക്കാൻ ആലപ്പുഴ പോയതും റൂം എടുത്തതും ആ റൂമിനകത്ത് അവർക്ക് വരുന്ന കൂടെ അവിടെ ഇരുന്ന് ഈ ഇയാളെ കൊണ്ട് കൂറുമാറ്റിക്കുന്നുള്ള വോയിസ് ക്ലിപ്പുകള്, അതുപോലെ അയാൾക്ക് കൊടുത്ത പണം, ഈ കാര്യങ്ങൾ മുഴുവൻ കോടതി. ശരി ബൈജു, ഇക്കാര്യത്തിൽ മഹേഷ് നിലപാട് പറഞ്ഞിരുന്നു. മഹേഷ്, താങ്കളുടെ നിലപാട് ഒന്നുകൂടി അത് വ്യക്തമാക്കൂ. ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട് സാക്ഷികളെ കൂറുമാറ്റിച്ചതാണെന്ന്. അല്ല, ഞാൻ വീണ്ടും പറഞ്ഞ ഇതാണ്, ഇത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ആവശ്യമായ രീതിയിൽ ആദ്യം എഴുതിക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി സൈൻ ചെയ്യിച്ചിട്ട് പിന്നെ സത്യം പറയാനായിട്ട് നമുക്കൊരു ഇടം കിട്ടുന്നത് കോടതിയിലാണ്. അവിടെ സധൈര്യം ആ സത്യം പറയുമ്പോൾ അതിനെ കൂറുമാറി എന്ന് പറയും. ഇപ്പം നമുക്ക് അതിനകത്ത് ഇപ്പം
ബൈജു പറഞ്ഞത് ബൈജുവിൻ്റെ ഒരു വേർഷൻ, ഞാൻ പറഞ്ഞ എൻ്റെ ഒരു വേർഷൻ മാത്രമല്ല, എനിക്കറിയാമെന്ന് വെച്ച് ഞാൻ പറയുന്നു, ബൈജുവിന് അറിയാമെന്ന് വെച്ചാൽ ബൈജു പറയുന്നു. ഇപ്പോൾ ബൈജു ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ പോയതും പിന്നെ സാഗറിൻ്റെ കാര്യമൊക്കെ. ഇതൊക്കെ എന്തേ കോടതിയിലോട്ട് ഇവർ എത്തിച്ചില്ല? എന്തുകൊണ്ട് കോടതി അത് പരിഗണിച്ചില്ല? എങ്ങനെയാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി സാധാരണക്കാരൻ്റെ അവസാനത്തെ വിശ്വാസവും പ്രതീക്ഷയെന്ന് പറയുന്നത് കോടതിയാണ്. അത് ഏത് കോടതി ആയിക്കോട്ടെ. ഈ കോടതിയിൽ വിശ്വാസമില്ലാതെ ഇത് പോകുമ്പോൾ നമ്മൾ മേൽക്കോടതി പോകുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കോടതിയാണല്ലോ നമ്മൾ എല്ലാത്തിനും അവസാനം എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ആ കോടതിയെ പോലും വിശ്വാസമില്ല, ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജനം എന്താണ് ചെയ്യേണ്ടത്? അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, താൻ ആഗ്രഹിക്കുന്ന നീതി കിട്ടിയില്ലെങ്കിൽ. ശരി മഹേഷ്, നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, തനിക്കെതിരെ ഗൂഢാലോചന എന്ന ദിലീപിന്റെ വാദം ശരിയോ? ശരിയാണെന്ന് 38% പ്രേക്ഷകർ, അല്ല എന്ന് 57%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി.